ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് യുവർ ഓൺ ചാനൽ. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. പോഷക ഗുണങ്ങൾ ധാരാളം അടങ്ങിയിട്ടുള്ള ഒരു ഹെൽത്തി റെസിപ്പിയാണ് ഇന്ന് തയ്യാറാക്കി കാണിക്കാൻ പോകുന്നത്. ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ലഞ്ചായിട്ടും ഡിന്നറായിട്ടും ഒക്കെ തയ്യാറാക്കി കഴിക്കാനായിട്ട് പറ്റും. ധാരാളം വൈറ്റമിൻസും മിനറൽസും പ്രോട്ടീൻസും കാർബോഹൈഡ്രേറ്റും ഒക്കെ അടങ്ങിയ ഒരു റെസിപ്പിയാണ്. ഇത് ഒരൊറ്റ റെസിപ്പിയിൽ നിന്നും നമുക്ക് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടുന്ന എല്ലാ പോഷക തത്വങ്ങളും കിട്ടും കേട്ടോ. ഇത് ബിഗിനേഴ്സാണ്, ഒരു പ്രാവശ്യം പോലും തയ്യാറാക്കി നോക്കിയിട്ടില്ലാത്ത, കുക്കിംഗ് ചെയ്തിട്ടില്ലാത്തവർ പോലും ഈ വീഡിയോ കണ്ടതിന് ശേഷം തയ്യാറാക്കിയാൽ ഉറപ്പായിട്ടും ഒട്ടും ഫെയിലാകാതെ അടിപൊളിയായിട്ട് തയ്യാറാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന് ഉള്ള വീഡിയോയിലേക്ക് പോകാം. ഇതിലേക്ക് ഞാൻ 4 തരം പരിപ്പാണ് എടുത്തിട്ടുള്ളത്. 2 ടേബിൾ സ്പൂൺ ഉഴുന്ന് പരിപ്പ്, 2 ടേബിൾ സ്പൂൺ മൈസൂർ ദാൽ ചുവന്ന കളറിലുള്ള പരിപ്പ്, 2 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ്, 2 ടേബിൾ സ്പൂൺ ചെറുപയർ പരിപ്പ്. ഇത് 4 കൂടി ചേർന്ന പരിപ്പാണ്. ഇങ്ങനത്തെ എല്ലാം മിക്സ് ചെയ്ത പരിപ്പ് ഇന്ന് സൂപ്പർ മാർക്കറ്റുകളിൽ ലഭ്യമാണ്. ഇതുപോലത്തെ പരിപ്പ് വാങ്ങിയിട്ട് തയ്യാറാക്കുക, അല്ലെങ്കിൽ നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് എടുത്തിട്ട് തയ്യാറാക്കുക. ഒരു അര സ്പൂൺ ഉലുവ കൂടി ചേർത്ത് ഒരു പ്രാവശ്യം കഴുകിയതിന് ശേഷം 1 കപ്പ് വെള്ളവും 2 വറ്റൽമുളകും കൂടി ഇട്ട് നമുക്കിത് കുതിർക്കാനായിട്ട് അടച്ചു വയ്ക്കാം. ഇതിപ്പോൾ രാത്രി 10:30 മണിയായപ്പോഴാണ് ഞാനിത് കുതിർക്കാൻ വെച്ചത്. ഒരു 3 മണിക്കൂറോ 4 മണിക്കൂറോ കുതിർന്നാൽ പോകും. കുതിർത്തെടുത്താൽ മതി. ഇതിൽ കൂടുതൽ പരിപ്പ് കുതിർക്കേണ്ട ആവശ്യമില്ല. ഒരുപാട് അങ്ങ് കുതിർന്നു പോയാലും ടേസ്റ്റ് കുറവായിരിക്കും. ഇപ്പോൾ 4 മണി ആയിട്ടുണ്ട്. രാവിലെ ഹസ്ബൻഡിൻ്റെ ഓഫീസ് ലഞ്ച് റെഡിയാക്കാനായിട്ടാണ് ഞാനിപ്പോൾ പോകുന്നത്. അപ്പോൾ അരിയെല്ലാം അടുപ്പിൽ ഇട്ടു. എനിക്ക് രാവിലെ കുടിക്കാനുള്ള വെള്ളമൊക്കെ തയ്യാറാക്കി. ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് എങ്ങനെ തയ്യാറാക്കാം എന്ന് നോക്കാം. ഈ പരിപ്പ് നല്ലതുപോലെ കുതിർന്ന് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് വെള്ളം ഊറ്റി എടുത്തിട്ട് വേണം പരിപ്പ് മാത്രം എടുത്ത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. മിക്സിയുടെ വലിയ ജാറിൽ ഇട്ട് വേണം നിങ്ങൾ അരയ്ക്കാനായിട്ട് കേട്ടോ. അപ്പം നല്ല സ്മൂത്തായിട്ട് നമുക്ക് അരച്ച് കിട്ടും. അതിന് നന്നായിട്ട് കറങ്ങാനുള്ള സ്ഥലവും കൂടെ കിട്ടും. 1 ടേബിൾ സ്പൂൺ പച്ചരി കുതിർത്തത് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പച്ചരിക്ക് പകരം നിങ്ങൾക്ക് ഗോതമ്പ് മാവോ കടലമാവോ ചേർത്ത് കൊടുക്കാം. ചെറിയ ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, ചെറിയ ഉള്ളി ഒരു 5 ചെറിയ ഉള്ളി, 4 വെളുത്തുള്ളി, 1 ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചി എല്ലാം കൂടി ഇതിലേക്കിട്ട് 1/2 ടീസ്പൂൺ ജീരകം, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 5 or 6 കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കണം. കുരുമുളകെല്ലാം ഉറപ്പായിട്ട് ഇട്ട് കൊടുക്കണം. ഇതൊക്കെ ഇട്ട് അരച്ചാൽ മാത്രമേ നമുക്ക് പെട്ടെന്ന് ദഹിക്കൂ. പരിപ്പ് മാത്രം നമ്മൾ ഇട്ട് ദോശ തയ്യാറാക്കുന്നത് കൊണ്ട് ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും മിസ് ചെയ്യരുത്. ഞാൻ ഇടുന്ന വെള്ളരിക്കയും ക്യാരറ്റും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പും. ക്യാരറ്റ് 1 എണ്ണമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് വേവിച്ച ക്യാരറ്റാണ്. 1 മീഡിയം സൈസ് ക്യാരറ്റ് വേവിച്ചിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. വെള്ളരിക്ക തൊലിയെല്ലാം കളഞ്ഞിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുത്ത് നമുക്ക് വെള്ളം ചേർക്കാതെ ആദ്യം ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. നാടൻ വെള്ളരിക്കയാണെങ്കിൽ നിങ്ങൾ തൊലി കളയേണ്ട ആവശ്യമില്ല കേട്ടോ. ഇതുപോലെ അരഞ്ഞു വന്നിട്ടുണ്ട്. വെള്ളമൊന്നും ചേർക്കാതെ ഇത്രയും സാധനങ്ങൾ ഇട്ടാണ് ഞാൻ ആദ്യം അരച്ചത്. ഇനി ഇതിൽ നിന്ന് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഒരു ഇൻഗ്രീഡിയൻസ് കൂടി ഇതിൽ ചേർക്കേണ്ടതായിട്ടുണ്ട്. അതുകൂടി ചേർത്താൽ മാത്രമേ നമുക്ക് ഫുൾ വൈറ്റമിൻസ് കിട്ടൂ. അപ്പോൾ ഇത് മല്ലിയിലയാണ്. 2 രീതിയിലുള്ള മല്ലിയിലയുണ്ട്. അതിൽ ഒരു വെറൈറ്റി മല്ലിയിലയാണ് ഇത്. ഇത് നമ്മുടെ വീട്ടിൽ ഉള്ള മല്ലിയിലയാണ്. നിങ്ങൾക്ക് ഈ മല്ലിയില കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഇത് തന്നെ ഇടണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. മറ്റേ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന മല്ലിയില ഇട്ട് കൊടുത്താൽ മതി. അതും കിട്ടിയില്ലെങ്കിൽ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കും. ഇതെല്ലാം ഇട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇഡലി മാവ് എങ്ങനെയാണോ നമ്മൾ തയ്യാറാക്കുന്നത് അതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. കൂടുതൽ വെള്ളം ആയി പോകരുത് കേട്ടോ. ഈ സമയത്ത് ഇനി നമുക്ക് 4 ടേബിൾ സ്പൂൺ തൈര്, വീട്ടിലുണ്ടാക്കുന്ന തൈരാണെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റ് ആയിരിക്കും. അത് എല്ലാം കൂടി ഒഴിച്ച് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ആവശ്യമുള്ളതൊന്ന് മാറ്റിയെടുക്കാം. ഇത് ഞാൻ 2 തവി മാറ്റിയെടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് കായപ്പൊടി, 1/4 ടീസ്പൂൺ കായപ്പൊടി, ഒരല്പം, ഒരു പിഞ്ച് പോലുമില്ല സോഡ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കാരണം ഒരു 10 മിനിറ്റ് ഇത് റെസ്റ്റ് ചെയ്തിട്ട് വേണം ഇത് ദോശ തയ്യാറാക്കാനായിട്ട്. ഹസ്ബൻഡിന് പോകാനുള്ള സമയമായി, അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ സോഡാപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് 10 മിനിറ്റ് വച്ചിട്ടാണ് നിങ്ങൾ ഈ ദോശ തയ്യാറാക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ സോഡാപ്പൊടി ചേർക്കേണ്ട ആവശ്യം ഇല്ല കേട്ടോ. ഹസ്ബൻഡിന് 7 മണിക്ക് പോകണം, അതുകൊണ്ട് ആണ് ഞാൻ ഈ സോഡാപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഞാനിത് ഇരുമ്പിൻ്റെ ദോശക്കല്ലാണ്. ഇതിൽ എണ്ണ ഒഴിച്ച് ചൂടാക്കി ഒരല്പം എണ്ണയിൽ ഒഴിച്ചതിന് ശേഷം, ചൂടായതിന് ശേഷം മുകളിൽ വെള്ളം ഒന്ന് തളിച്ചു കൊടുത്തതിന് ശേഷം നല്ലതുപോലെ തൂത്ത് ആയതിനു ശേഷം ലോ ഫ്ലെയിമിൽ വച്ചിട്ടാണ് ഞാനിപ്പോൾ ഈ ദോശ
മാവ് ഒഴിച്ച് ഇതുപോലെ പതുക്കെ ഒരുപാട് പ്രസ്സൊന്നും ചെയ്യാതെ സോഫ്റ്റായിട്ടൊന്ന് ചുറ്റിച്ചു കൊടുത്താൽ മതിയാകും കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ കൂടി 1 സ്പൂൺ നെയ്യോ എണ്ണയോ നിങ്ങൾക്ക് ബട്ടറോ തേച്ച് കൊടുക്കാം. ഈ നെയ്യോ ബട്ടറോ ഇട്ടാലാണ് ഇതിൻ്റെ ടേസ്റ്റും അതുപോലെ ഗുണവും നമുക്ക് കിട്ടുക. അപ്പം നല്ല മൊരിഞ്ഞ സോഫ്റ്റായിട്ടുള്ള ദോശ നമുക്കിതിൽ റെഡിയാക്കി ആയി കിട്ടും. കാണാൻ നല്ല ഭംഗിയാണ്, അതുപോലെ തന്നെ കഴിക്കാനും. രാവിലെ 7 മണി സമയത്ത് ഹസ്ബൻഡിന് പോകണം ഡ്യൂട്ടിക്ക്. അപ്പോൾ ഈ 7 മണി സമയത്ത് എനിക്ക് ടിഫിനും തയ്യാറാക്കണം, ഈ ബ്രേക്ക്ഫാസ്റ്റും തയ്യാറാക്കണമായിരുന്നു. അപ്പോൾ ഇത് ഒന്നുകൂടി ഞാൻ തയ്യാറാക്കി കാണിക്കാം. നിങ്ങളിത് ഉറപ്പായിട്ടും തയ്യാറാക്കി നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. വെയിറ്റ് ലോസൊക്കെ ആഗ്രഹിക്കുന്നവർക്ക്, പ്രോട്ടീനിൻ്റെ കുറവുള്ളവർക്ക്, പ്രോട്ടീൻ കൂടുതലുള്ളവർ, യൂറിക് ആസിഡ് ഉള്ളവർ ഉറപ്പായിട്ടും ഇത് ഒരുപാട് കഴിക്കേണ്ട. ഒരു ദോശ അവർക്കിത് തയ്യാറാക്കി രാവിലെ കഴിക്കാവുന്നതാണ്. പിന്നെ നമ്മൾ വെള്ളരിക്കയും ക്യാരറ്റും ഒക്കെ ഇടുന്നത് കാരണം 2 ദോശ കഴിക്കാൻ കുഴപ്പമൊന്നുമില്ല. ഇതിൻ്റെ കൂടെ ഒരു കറിക്കും ആവശ്യമില്ല. എന്നാലും തക്കാളി ചട്ടണി ഞാൻ ഇതിന് മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു. ഈ തക്കാളി ചട്ടണിയുടെ ഇത് നമുക്കൊരു 6 മാസം വരയ്ക്കും ഫ്രിഡ്ജിൽ ഒട്ടും കേടാകാതെ ഇരിക്കും. വെളിയിലും വച്ചിരുന്നാൽ ഇരിക്കും, ഒരു പക്ഷേ കേടായി പോകുമെങ്കിലോ എന്നുള്ള ഭയം കൊണ്ട് ഞാൻ ഫ്രിഡ്ജിലാണ് വെച്ചത്. തേങ്ങാ ചമ്മന്തിയും അപ്പോൾ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും കഴിക്കാൻ പോയോ. ഞാൻ ഹസ്ബൻഡിന് കൊണ്ട് കൊടുത്തിട്ടുണ്ട്. ഹസ്ബൻഡ് വെയിറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ രാവിലത്തെ എൻ്റെ റെസിപ്പി കഴിഞ്ഞു. ഹസ്ബൻഡ് ഡ്യൂട്ടിക്ക് പോയി. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കാൻ മറക്കരുത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവർക്കൊക്കെ ഇത് ഉപകാരപ്രദമായിട്ടുള്ള ഒരു വീഡിയോ ആണെന്ന് നിങ്ങൾക്ക് തോന്നിയാൽ ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.